Hi everyone. ഇന്ന് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലെ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് അക്കൗണ്ടിംഗ്? അക്കൗണ്ടിംഗ് എന്നത് പ്രധാനമായും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൽ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ്, റിപ്പോർട്ടിംഗ്, അനാലിസിസ് എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു എൻഡ് പ്രൊഡക്റ്റ് ആണ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് ഉപയോഗിച്ച് എംപ്ലോയീസ്, ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക്സ്, ലെൻഡേഴ്സ്, റെഗുലേറ്ററി ഏജൻസീസ്, ടാക്സ് അതോറിറ്റീസ് തുടങ്ങിയവർക്ക് സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് വിലയിരുത്താനും അതേപോലെ ഡിസിഷൻ മേക്കിങ്ങിനും മറ്റുമൊക്കെ ആയിട്ടാണ് ഈ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നത്. അക്കൗണ്ടിംഗ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് എ ബിസിനസ്. ഒരു ഭാഷ പഠിച്ചാലേ അതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നതുപോലെ അക്കൗണ്ടിങ്ങും പഠിച്ചാലേ ബിസിനസിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ലാംഗ്വേജ് മനുഷ്യർക്കിടയിൽ കമ്മ്യൂണിക്കേഷനുള്ള ഒരു മീഡിയം ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ബിസിനസ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. നമുക്ക് അക്കൗണ്ടിങ് യൂസേഴ്സിനെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ യൂസേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും. ഇന്റേണൽ യൂസേഴ്സ് പറയുമ്പോൾ മാനേജേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയി, ക്രെഡിറ്റേഴ്സ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അകത്ത് തന്നെ ഉള്ള യൂസേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിലോ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, ഗവൺമെന്റ്, അവരെയൊക്കെയാണ് നമ്മൾ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിന് പുറമേ ഉള്ള ആളുകളെ ആണ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ യൂസേഴ്സിനൊക്കെ ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് എന്തിനായിരിക്കും? ഓണേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അവർക്ക് എന്തിനായിരിക്കും അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിന്റെ ആവശ്യം വരുന്നത്? പ്രോഫിറ്റബിലിറ്റി, ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഒക്കെ മനസ്സിലാക്കാനായിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വേണം. ഇനി മാനേജ്മെന്റിനാണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക വിവരങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്നാണ് കിട്ടുക. ക്രെഡിറ്റേഴ്സിനാണെന്നുണ്ടെങ്കിലോ കമ്പനിയുടെ ഷോർട്ട് ടേം അതേപോലെ ലോങ് ടേം പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ക്രെഡിറ്റേഴ്സിന് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആവശ്യമായിട്ട് വരുന്നത്. റെഗുലേറ്ററി ഏജൻസീസ്, ഗവൺമെന്റ് പോലുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ ടാക്സ് അസസ്മെന്റ്, നാഷണൽ അക്കൗണ്ട്സ് തയ്യാറാക്കാനും മറ്റുമായിട്ട് ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആവശ്യമായിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിനാണെന്നുണ്ടെങ്കിലോ വിവിധ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിന്റെ ആവശ്യം വരുന്നത്. എംപ്ലോയീസിനാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ വേജസും ബോണസും അവർക്ക് കൃത്യമായി കിട്ടുന്നുണ്ടോ എന്നറിയാനായിട്ടാണ് അവർക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ആവശ്യം വരുന്നത്. റിസർച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലോ അക്കൗണ്ടിങ് തിയറിയും അതേപോലെ ബിസിനസ് പ്രാക്ടീസസും സംബന്ധിച്ച് ഗവേഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് റിസർച്ചേഴ്സിന് അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ആവശ്യം വരുന്നുണ്ട്. മാനേജ്മെന്റിൽ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ മാനേജ്മെന്റ് ഉണ്ട്. ഇവരുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നീഡ്സ് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിലും ലക്ഷ്യം ഒന്നേ ഉള്ളൂ. എന്താണ്? ഡിസിഷൻ മേക്കിംഗ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കമ്പനിയുടെ പ്രോഫിറ്റും മാർക്കറ്റ് ഷെയറും മെച്ചപ്പെടുത്താനായിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിന്റെ ബേസിസിലായിരിക്കും. ഇനി ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നിങ്ങനെ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് യൂഷ്വലി എക്സ്റ്റേണൽ യൂസേഴ്സിന് വിവരം നൽകാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ആണെങ്കിലോ കോസ്റ്റ് അക്യുമുലേഷൻ, സെയിൽ പ്രൈസ് ഫിക്സേഷൻ, ഇൻവെന്ററി വാല്യുവേഷൻ തുടങ്ങിയ മാനേജ്മെന്റ് തീരുമാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനാണെന്നുണ്ടെങ്കിലോ ഇന്റേണൽ യൂസേഴ്സിന് വിവരം നൽകുക, ഓപ്പറേഷണൽ എഫിഷ്യൻസി അതേപോലെ എഫക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കാനും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും കിട്ടും. നെക്സ്റ്റ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നത് 2 വാക്കുകൾ ചേർന്നാണ്. മാനേജ്മെന്റ് അതേപോലെ അക്കൗണ്ടിങ്. മാനേജ്മെന്റ് പറഞ്ഞാൽ ഒരു സ്ഥാപനം സ്ട്രാറ്റജിക് ഗോൾസിനനുസരിച്ച് നടത്തുക എന്നുള്ളത്. അക്കൗണ്ടിങ്ങോ സ്ഥാപനത്തിന്റെ പെർഫോമൻസ് അളക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അല്ലെ.
In simple, management accounting എന്നത് മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള യൂസ്ഫുൾ ഇൻഫോർമേഷൻ നൽകുന്ന അക്കൗണ്ടിംഗ് ആണ്. ഈ വിവരങ്ങൾ ഫിനാൻഷ്യൽ ആവാം, നോൺ ഫിനാൻഷ്യൽ ആവാം, പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡാറ്റ ആവാം, അക്യുറേറ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ആവാം. These can be presented in numbers, tables, graph, etc. CIMA പ്രകാരം മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്നത് അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പ്രയോഗിച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, പ്രിസർവ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. ഇത് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്തിനൊക്കെയുള്ള റിലവന്റ് ഇൻഫർമേഷൻസ് കിട്ടും? സ്ട്രാറ്റജിക് ഡിസിഷൻസിന് സഹായിക്കും, അതേപോലെ ലോങ്, മീഡിയം, ഷോർട്ട് ടേം പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ക്യാപിറ്റൽ സ്ട്രക്ചേഴ്സ് എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് നിശ്ചയിക്കാനായിട്ട് സാധിക്കും. അതേപോലെ റിവാർഡ് സ്ട്രാറ്റജീസ് രൂപപ്പെടുത്താനായിട്ട് സാധിക്കും. ഓപ്പറേഷണൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുക, അതേപോലെ റിസോഴ്സസ് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക, പെർഫോമൻസ് മെഷർമെന്റും അതേപോലെ റിപ്പോർട്ടിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ കോർപ്പറേറ്റ് ഗവേണൻസ്, റിസ്ക് മാനേജ്മെന്റ്, ഇന്റേണൽ കൺട്രോൾസ് ഒക്കെ നടപ്പിലാക്കാനായിട്ട് സാധിക്കും. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്നത് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് തയ്യാറാക്കുന്ന അക്കൗണ്ടിംഗ് ഇൻഫോർമേഷനെ ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ്, കൺട്രോൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുക എന്നതാണ്. മെയിൻ ആയിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബിസിനസ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ വൈഡ് ആണ്. ബിസിനസ് ഓപ്പറേഷന്റെ ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ നടത്താൻ മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് കിട്ടും. അപ്പൊ അതിന്റെ സ്കോപ്പ് എങ്ങനെയൊക്കെയാ വരുന്നത്? ആദ്യത്തത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ ആണ് നൽകുന്നതെങ്കിലും ഫ്യൂച്ചർ പ്ലാനിങ്ങിലും അതേപോലെ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിങ്ങിനും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രോപ്പർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം രൂപപ്പെടുത്തുന്നതിനും അതേപോലെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഉറപ്പാക്കാനും ഇത് ആവശ്യമാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജീരിയൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അനാലിസിസ് തുടങ്ങിയ ടെക്നിക്സ് ഉപയോഗിച്ച് ഓപ്പറേഷൻസും അതേപോലെ കൺട്രോളും മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത് ബഡ്ജറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. ബഡ്ജറ്ററി കൺട്രോൾ ആക്ച്വൽ ആൻഡ് ബഡ്ജറ്റഡ് ഫിഗേഴ്സ് താരതമ്യം ചെയ്ത് ഡീവിയേഷൻസ് കണ്ടെത്തി അവയുടെ റീസൺസ് വിശകലനം ചെയ്ത് റെമഡിയൽ ആക്ഷൻ എടുക്കാനായിട്ട് സഹായിക്കുന്നു. കോസ്റ്റ് കൺട്രോൾ പ്രൊസീജിയേഴ്സ്, ഇൻവെന്ററി കൺട്രോൾ, കോസ്റ്റ് കൺട്രോൾ, ലേബർ കൺട്രോൾ, ബഡ്ജറ്ററി കൺട്രോൾ, വേരിയൻസ് അനാലിസിസ് തുടങ്ങിയവ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഭാഗമാണ്. റിപ്പോർട്ടിംഗ്. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് വ്യത്യസ്ത മേഖലകളിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആയ ഗ്രാഫ്, ചാർട്ട്സ്, പിക്ചോറിയൽ റെപ്രസെന്റേഷൻ, ഇൻഡെക്സ് നമ്പേഴ്സ് ഒക്കെ ഉപയോഗിച്ച് റിപ്പോർട്ട്സ് കൂടുതൽ ഇംപ്രസീവും അതേപോലെ അണ്ടർസ്റ്റാൻഡബിളും ആക്കുന്നു. ഇനി മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ റിസോഴ്സസ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് അതേപോലെ സാമ്പത്തികമായും ഉപയോഗിക്കാൻ സഹായിക്കുന്ന മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സിന്റെ പഠനം ഇതിലുണ്ടാവുന്നു. അതേപോലെ കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് അനാലിസിസ് പോലുള്ള സ്പെഷ്യൽ കോസ്റ്റ് സ്റ്റഡീസ് ഇതിൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടാക്സ് അക്കൗണ്ടിങ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ, ടാക്സബിൾ ഇൻകം ഡിറ്റർമിനേഷൻ, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്നിവ ഇതിൽ ഇൻക്ലൂഡ് ആവുന്നു. നെക്സ്റ്റ് സ്കോപ്പ് വരുന്നത് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ആണ്. ഇന്റേണൽ ഓഡിറ്റ്, എഫിഷ്യന്റ് ഓഫീസ് മാനേജ്മെന്റ് തുടങ്ങിയ ഇന്റേണൽ കൺട്രോൾ മെത്തേഡ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് ഇന്റർപ്രിട്ടേഷൻ. ഫിനാൻഷ്യൽ ഡാറ്റയുടെ ഇന്റർപ്രിട്ടേഷൻ ചെയ്ത് മാനേജ്മെന്റിനെ ഡിസിഷൻ മേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നു, സഹായിക്കുന്നു. ഓഫീസ് സർവീസസ്. ചില സ്ഥാപനങ്ങളിൽ ഓഫീസ് സർവീസസ് മെയിൻറ്റെയിൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ പെടുന്നുണ്ട്. പിന്നെ ഇവാലുവേറ്റിംഗ് മാനേജ്മെന്റ് പെർഫോമൻസ്. മാനേജ്മെന്റ് പെർഫോമൻസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സിനനുസരിച്ച് വിലയിരുത്തുന്നു. അതേപോലെ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ പ്രിൻസിപ്പിൾ നടപ്പിലാക്കാനും ഇത് സഹായിക്കുന്നു. നെക്സ്റ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വേഴ്സസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയുന്നത്.
ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ട്രൂ ആൻഡ് ഫെയർ പിക്ചർ ഓഫ് ദ ഫിനാൻഷ്യൽ അഫയേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണെങ്കിലോ മാനേജ്മെന്റിന് മീനിങ് ഫുൾ സ്റ്റെപ്സ് എടുക്കാനും അതേപോലെ സ്ട്രാറ്റജി തയ്യാറാക്കാനുമായിട്ട് സഹായിക്കുന്നു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് പറയുന്നത് വലുതാണ്, പക്ഷെ മാനേജ്മെന്റ് അക്കൗണ്ടിനെക്കാട്ടിലും കുറഞ്ഞതാണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് വളരെ വ്യാപകമാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അതേപോലെ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ആശ്രയിച്ചിരിക്കുന്നില്ല. പക്ഷെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് അക്കൗണ്ടിങ് ആയതിനാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് അക്കൗണ്ടിങ് ആയതിനാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും അതേപോലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും നിന്നുള്ള വിവരങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ലീഗലി മാൻഡേറ്ററി ആണ്. കമ്പനീസ് ആക്ട് പ്രകാരം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ പ്രസന്റ് ചെയ്യണം, ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്യണം എന്നുള്ള സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് എല്ലാം ഉണ്ട്. പക്ഷെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സോ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റോ ഇല്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ആണെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് മാത്രമായിരിക്കും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് കമ്പ്യൂട്ടേഷൻ, കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ എന്നിവ ചുറ്റിപ്പറ്റിയുള്ള പ്രവർത്തനമാണ് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലാണെന്നുണ്ടെങ്കിലോ മാനേജ്മെന്റിന് ഓപ്പറേഷൻ സംബന്ധിച്ചിട്ടുള്ള എഫക്റ്റീവ് ഡിസിഷൻ എടുക്കാനായിട്ട് സഹായിക്കുന്ന ഇൻഫർമേഷൻസ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഉള്ളത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ബഡ്ജറ്റിനെ കവിയുന്ന ചെലവുകൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നു. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലോ മാനേജ്മെന്റ് എങ്ങനെ സ്ട്രാറ്റജി തയ്യാറാക്കണം എന്നത് സംബന്ധിച്ച ഒരു ബിഗ് പിക്ചർ ആണ് ഇത് നൽകുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്, പക്ഷെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് വളരെ വലുതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു സബ്സെറ്റ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻസിനെ അടിസ്ഥാനമാക്കിയിട്ട് മിനിമൽ amount of decision making മാത്രമേ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. പക്ഷെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഹിസ്റ്റോറിക്കൽ അതേപോലെ പ്രെഡിക്റ്റീവ് ഇൻഫർമേഷൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഡിസിഷൻ മേക്കിംഗ് എല്ലാം ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ചില ഇൻഡസ്ട്രീസിൽ മാത്രമാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന്റെ റിക്വയർമെന്റ് ഉള്ളത്. പക്ഷെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ഒന്നും തന്നെ ഇല്ല. കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് മാനേജ്മെന്റ്, ഷെയർ ഹോൾഡേഴ്സ്, വെൻഡേഴ്സ് എല്ലാമാണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് പറയുന്നത് മാനേജ്മെന്റ് മാത്രമാണ്. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ദ മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. എന്തൊക്കെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ഫങ്ഷൻസ്? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് പ്രധാന ചുമതല എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം സ്ഥാപിക്കുക, വികസിപ്പിക്കുക, കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുക, ഫിനാൻഷ്യൽസ് ഡാറ്റാസ് അനലൈസ് ചെയ്യുക, മാനേജ്മെന്റിന് സ്ട്രാറ്റജിക് അതേപോലെ ഓപ്പറേഷണൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരുടെ സ്കോപ്പ് എന്തൊക്കെയാണെന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, പ്ലാനിങ് ആൻഡ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് സിസ്റ്റം തയ്യാറാക്കുക, കോസ്റ്റ്, സെയിൽസ് ഫോർകാസ്റ്റ്, പ്രോഫിറ്റ് പ്ലാനിങ്, പ്രൊഡക്ഷൻ പ്ലാനിങ്, റിസോഴ്സ് അലോക്കേഷൻ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ് എല്ലാം ചെയ്യണം. അതേപോലെ പ്ലാൻ നടപ്പാക്കാനുള്ള പ്രൊസീജിയേഴ്സും അവർ തയ്യാറാക്കണം. ദെൻ കൺട്രോളിങ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്റ് കൺട്രോൾ, അക്കൗണ്ടിങ് റേഷ്യോസ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, കോസ്റ്റ് കട്ടിംഗ് ഇനീഷ്യേറ്റീവ്സ് എന്നിവ ഉപയോഗിച്ച് പെർഫോമൻസും നിയന്ത്രിക്കണം. അതേപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രപ്പോസലും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്സും എല്ലാം വിലയിരുത്തണം. നെക്സ്റ്റ്, റിപ്പോർട്ടിംഗ്. അൺഫേവറബിൾ ഇവന്റ്സിന്റെ റൂട്ട് കോസ് കണ്ടെത്തി, കാരണം കണ്ടെത്തി, ഉത്തരവാദികളെ തിരിച്ചറിഞ്ഞ് കോംപ്രഹെൻസീവ് റിപ്പോർട്ട് തയ്യാറാക്കണം. കോർഡിനേറ്റിംഗ്, ബഡ്ജറ്റിംഗ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഫിനാൻഷ്യൽ അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ എന്നിവ വഴി
എഫിഷ്യൻസി അതേപോലെ തന്നെ പ്രോഫിറ്റും വർദ്ധിപ്പിക്കാനായിട്ട് നോക്കണം. കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് കമ്പയർ ചെയ്ത് ബഡ്ജറ്റ് തയ്യാറാക്കുക, സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യുക, അതേപോലെ കോസ്റ്റ് ഡീവിയേഷൻ അനലൈസ് ചെയ്യുക എന്നതെല്ലാം അവരുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ. റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിവിധ റിപ്പോർട്ട്സ് തയ്യാറാക്കണം. പബ്ലിഷ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് റിട്ടേൺസ് വഴി എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. ഫിനാൻഷ്യൽ ഇവാലുവേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഡാറ്റ നോൺ ടെക്നിക്കൽ രീതിയിൽ ഷെയർ ഹോൾഡേഴ്സിനെയും അതേപോലെ സീനിയർ മാനേജ്മെന്റിനെയും അവതരിപ്പിക്കണം. അനാലിസിസ് പ്ലസ് കമന്റ്സ് പ്ലസ് സജഷൻസ് നൽകി ഇൻഫോംഡ് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുകയും വേണം. ദെൻ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. ടാക്സ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഹാൻഡിൽ ചെയ്യുക, ആവശ്യമായ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് തയ്യാറാക്കുക, അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് സമയത്ത് ഉറപ്പാക്കുക, എന്നിട്ട് പെനാൽറ്റീസ് എല്ലാം ഒഴിവാക്കുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടീസ് ആണ്. നെക്സ്റ്റ് ഇവാലുവേഷൻ ആൻഡ് എക്സ്റ്റേണൽ എഫക്ട്സ്. ഗവൺമെന്റ് പോളിസിയിൽ ചേഞ്ചസോ ലോ അമെൻമെന്റ്സോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ബിസിനസ്സിൽ വരുത്തുന്ന പ്രതിഫലനം എന്താണെന്ന് വിലയിരുത്തുക, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കാനായിട്ട് ഇൻഫോം ചെയ്യണം. അതേപോലെ നെക്സ്റ്റ് വരുന്നത് എക്കണോമിക് അപ്രൈസൽ ആണ്. ഒരു കൺട്രിയുടെ എക്കണോമിക് സിറ്റുവേഷൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചാൽ അതിന്റെ ബിസിനസ്സിലുള്ള എഫക്റ്റ് എന്താണെന്ന് വിലയിരുത്തണം. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒബ്സർവേഷൻ റിപ്പോർട്ട് രൂപത്തിൽ ടോപ്പ് മാനേജ്മെന്റിന് സബ്മിറ്റ് ചെയ്യും വേണം. നെക്സ്റ്റ് അസറ്റ് പ്രൊട്ടക്ഷൻ. ഫിക്സഡ് അസറ്റ് രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇന്റേണൽ ചെക്സ് ആൻഡ് കൺട്രോൾസ് നടപ്പിലാക്കുക, അസറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്യുക, ഇൻഷുറൻസ് കവർ ഉറപ്പാക്കുകയും വേണം. ഇതൊക്കെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. Globalization brought about significant changes in the business environment. Along with the changes, the role of the management accountant has to be redefined. ഗ്ലോബലൈസേഷനും മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ചേഞ്ചിങ് റോളും എന്താണെന്നുള്ളതാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. മോഡേൺ ബിസിനസ് വേൾഡ് സ്ഥിരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഗ്ലോബലൈസേഷൻ എന്ന ടേം ആദ്യമായിട്ട് തിയോഡോർ ലാവിറ്റ് 1983 അവതരിപ്പിക്കുന്നത്. ലോക വിപണികളുടെ ഒരു കൺവേർജൻസ് അല്ലെങ്കിൽ ഒരുമിച്ച് വരിക എന്നതാണ് അതിന്റെ ആശയം പറയുന്നത്. IMF ഡെഫിനിഷൻ തരുന്നത് കൺട്രീസ് തമ്മിലുള്ള ഗ്രോയിങ് എക്കണോമിക് ഇന്റർഡിപെൻഡൻസ് വഴി ക്രോസ് ബോർഡർ ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ്, അതേപോലെ ഫ്രീ ഇന്റർനാഷണൽ ക്യാപിറ്റൽ ഫ്ലോ, ഡിഫ്യൂഷൻ ഓഫ് ടെക്നോളജീസ് എല്ലാം സംഭവിക്കാനായിട്ട് തുടങ്ങി. ഗ്ലോബലൈസേഷൻ കാരണം പല കമ്പനികളും ബിയോണ്ട് നാഷണൽ ബൗണ്ടറീസ് ബിസിനസ് ആരംഭിച്ചു. നെക്സ്റ്റ് ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ പോയിന്റ് ഗ്ലോബൽ കോമ്പറ്റീഷൻ. ടാരിഫ്, ഡ്യൂട്ടി കുറവ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ പുരോഗതി, ലോകത്തെ മികച്ച കമ്പനികളുമായിട്ട് നേരിട്ടുള്ള മത്സരം, അതേപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ക്വാളിറ്റി ഇൻഫോർമേഷൻ ഡിമാൻഡ് വർദ്ധിപ്പിച്ചു, കസ്റ്റമർ പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്, വാല്യൂ അനാലിസിസ് എന്നുള്ള ടൂൾസ് എല്ലാം യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ദെൻ ചേഞ്ചിങ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. കസ്റ്റമർ പ്രൊഫൈലും ബിഹേവിയറിലും മാറ്റം വന്നതോടെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിള് കുറയാനായിട്ട് തുടങ്ങി. ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് നേടാൻ വേണ്ടി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ഇൻവെസ്റ്റ്മെന്റ് കൂടാനായിട്ട് തുടങ്ങി. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് കോസ്റ്റ് കൺട്രോൾ ഡിസൈൻ സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. Advances in manufacturing technology. Low cost plus high demand plus fast delivery ആവശ്യമായിട്ട് വരാനായിട്ട് തുടങ്ങി. Lean manufacturing, just in time, advanced manufacturing technologiesന്റെ ഉപയോഗം തുടങ്ങി. Impact of information technology. E-business, e-commerce എന്നുള്ള ബിസിനസ് വളർന്നു തുടങ്ങി. മാനേജേഴ്സ് ഡയറക്റ്റ് ആക്സസ് അക്കൗണ്ടിങ് ഇൻഫർമേഷനിലേക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാനായിട്ട് തുടങ്ങി. അക്കൗണ്ടന്റിന്റെ റോള് ഇൻഫർമേഷൻ ഗ്യാതറിൽ നിന്ന് ഇന്റർപ്രറ്റർ ആൻഡ് ബിസിനസ് സപ്പോർട്ടിലേക്കായിട്ട് മാറി. എൻവയോൺമെന്റൽ ആൻഡ് സസ്റ്റൈനബിലിറ്റി ഇഷ്യൂസ്.
ESG ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ആവശ്യം വരാനായിട്ട് തുടങ്ങി. എൻവറോൺമെന്റൽ കോസ്റ്റ് കൂടാനും നോൺ കംപ്ലയൻസിൽ വലിയ ഫൈൻസ് വരാനുമായിട്ട് തുടങ്ങി. എൻവറോൺമെന്റൽ കോസ്റ്റ് റിപ്പോർട്ടിംഗ് ആൻഡ് റിസോഴ്സ് കൺസെപ്ഷന്റെ ട്രാക്കിങ്ങും എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഡീറെഗുലേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ. മോണോപ്പൊളി ഇൻഡസ്ട്രീസ് തുറന്നു. കോമ്പറ്റീഷൻ ഫോഴ്സ് ചെയ്യാനായിട്ട് തുടങ്ങി. അക്യുറേറ്റ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി മെഷർമെന്റ് സിസ്റ്റം ആവശ്യമായിട്ട് വന്നു തുടങ്ങി. നെക്സ്റ്റ്, ഫോക്കസ് ഓൺ വാല്യൂ ക്രിയേഷൻ. കോസ്റ്റ് റെക്കോർഡിങ്ങിൽ നിന്ന് വാല്യൂ ക്രിയേഷനിലേക്ക് മാറാനായിട്ട് തുടങ്ങി. വാല്യൂ ആഡഡ് അതേപോലെ നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് തിരിച്ചറിയാനായിട്ട് തുടങ്ങി. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ വാല്യൂ മെഷർ ചെയ്യാനുള്ള ചലഞ്ചസ് ഫേസ് ചെയ്യാനായിട്ട് തുടങ്ങി. ദെൻ കസ്റ്റമർ ഓറിയന്റേഷൻ. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ ആയിട്ട് മാറി. കോസ്റ്റ്, ക്വാളിറ്റി, റിലയബിലിറ്റി, ഡെലിവറി, ഇന്നോവേഷൻ എല്ലാം കസ്റ്റമർ വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട് തുടങ്ങി.